ഹലോ നമസ്കാരം കൂട്ടുകാരെ, മീനയാണ്. ഒരു അമ്പലത്തിൽ പോയ വിശേഷങ്ങളുമായിട്ടാണ് വന്നത്. 2-3 ദിവസത്തെ ഒരു യാത്ര പ്ലാൻ ചെയ്തു. ഞങ്ങളൊരു 3 പേര് നേരെ ഗുരുവായൂർ, പിന്നെ ആവണംചേരി അമ്പലം, അങ്ങനെ 2-3 അമ്പലങ്ങളിലെല്ലാം പ്ലാൻ ചെയ്തു. നേരെ പോയി തിരുവിഴ മഹാദേവ ക്ഷേത്രം, ഇങ്ങനെ എല്ലാ അമ്പലങ്ങളിലും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. കാറിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ നേരെ പോയി 2-3 അമ്പലത്തിലൊക്കെ കയറി. പിന്നെ നേരെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഗുരുവായൂരെത്തി. ഗുരുവായൂർ ഇന്നിലാണ് സ്റ്റേ ചെയ്തത്. അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയുള്ള ഹോട്ടലാണ്. അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. പോയവർക്കൊക്കെ അറിയാൻ പറ്റും. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ഒരു അത്യാവശ്യം വലിയ ഹോട്ടൽസാണ്. എനിക്ക് സെലിബ്രിറ്റീസൊക്കെ വരുമ്പോഴൊക്കെ കൂടുതലും ആ ഹോട്ടലിലൊക്കെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് തോന്നുന്നത്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ നടന്ന് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. അവിടെ നമുക്ക് ചെല്ലുമ്പോൾ ഒരു നൊസ്റ്റു ആണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ അമ്പലം, പിന്നെ സാരി കൊടുത്താൽ പൂ ചൂടാതെ ഒരു രക്ഷയില്ല. നേരെ നടന്ന് പൂക്കടയിലേക്ക്. ഇവിടെ ഇത്ര ഭയങ്കര വിലയാട്ടോ. ഒരു 150 രൂപ 200 രൂപയൊക്കെയാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു മുഴം പൂവിന്. ആകെ 50 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മുഴം പൂവ്. 2-3 മുഴം പൂവൊക്കെ മേടിച്ചു. അത് സ്ത്രീകൾക്ക് പൊതുവേ മലയാളികൾക്ക് നിർബന്ധമുള്ള കാര്യമാണ്. സാരി ഉടുത്താൽ പൂ ചൂടണം, വളയിടണം, കുപ്പിവള ഇടണം എന്ന്. എന്തോ അതൊരു രീതിയാണ്. അതില്ലെങ്കിൽ നമുക്ക് ഒട്ടും കംപ്ലീഷൻ ഫീൽ ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെ നേരെ ദർശനയ്ക്ക് പൂവൊക്കെ ചൂടി കൊടുത്തു. ഞാനും പൂവൊക്കെ ചൂടി. പിന്നെ ഞങ്ങൾ നേരെ നടന്നു അമ്പലത്തിനകത്തേക്ക് കയറി. അമ്പലത്തിൻ്റെ ഈ ഒരു കവാടം കടന്ന് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ കിട്ടും കേട്ടോ. എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും ഇതിനകത്തേക്ക് നടന്ന് കയറുമ്പോൾ അതെല്ലാം ഇറങ്ങിപ്പോവും കേട്ടോ. ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വന്നു ചേരും. ഈ ഒരു പാസേജ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശരിക്കും നന്ദനം മൂവിയിൽ ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്ന ഡയലോഗും ഒക്കെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. ഓരോ സിനിമ കഴിയുമ്പോഴേ നമ്മൾക്കതൊക്കെ ഓർമ്മ വരും. ഈ ഇടയ്ക്ക് വേറൊരു സിനിമ ഉണ്ടായിരുന്നു, അത് ഗുരുവായൂർ അമ്പലനടയിൽ. അതും ശരിക്ക് ഓർത്തു ഞാൻ ആ സമയത്ത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ക്യൂ ഒക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വളക്കടയിലേക്ക് കയറി വള മേടിച്ചു. ദർശനെ കുറച്ച് റെയിൻബോ കളേഴ്സ് വളയാണ് വാങ്ങിച്ചത്. ഞാൻ എൻ്റെ സാരിയുടെ കളറായ ബ്ലൂവും ഗോൾഡും കൂടെ മിക്സ് ചെയ്ത ബാങ്കിളാണ് വാങ്ങിയിട്ടത്. ശരിക്കും നമ്മൾ വളയൊക്കെ മേടിച്ചിടുമ്പോൾ ഒരു കൊച്ചു കുട്ടികളുടെ ഒരു മനസ്സാണ് കേട്ടോ നമുക്ക്. അയ്യോ ഇത്രയും വളർന്നു വലുതായി, 46 വയസ്സായി കേട്ടോ, എന്നാലും വളയൊക്കെ ഇട്ട് ഒരു കൊച്ചു കുട്ടികളെ പോലെ കൊഞ്ചിക്കൊഴഞ്ഞ് ഒന്നും പറയണ്ട, രസമായിരുന്നു. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബാക്കി വയ്ക്കാൻ പറ്റിയ സംഭവങ്ങൾ അല്ലേ. നമ്മൾ ഇന്നുണ്ടോ നാളെ ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. നേരെ അമ്പലത്തിൽ പോയി നന്നായിട്ട് തൊഴുതു. ഞങ്ങൾ 1000 രൂപയുടെ നെയ്വിളക്കിൻ്റെ റെസിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് കയറാം കേട്ടോ.